ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പൈനാപ്പിൾ പുട്ടുണ്ടാക്കാം. പൈനാപ്പിൾ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്യുക. എന്നിട്ട് അത് മിക്സിയിലിട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കണം. ചെറിയ ചെറിയ കട്ടികൾ തരികളൊക്കെ കാണും, എന്നാലും അത് നല്ല രീതിക്ക് അടിച്ച് അത് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് പിന്നെ ഇതിൽ 2 വിഷയം ഇടാൻ മറന്നതല്ല, വിട്ടുപോയതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാര ഇട്ട് നല്ല രീതിക്ക് അതിനെ മിക്സ് ചെയ്തൊന്ന് ഇളക്കി വയ്ക്കുക. മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാര, എന്നാലും അതിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ പൈനാപ്പിളിൻ്റെ. എന്നിട്ട് പുട്ടുപൊടി, ഏത് പുട്ടുപൊടി വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. പുട്ടുപൊടി ഇടുക, അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് സാധാരണ നമ്മൾ പുട്ടുമാവ് കുഴയ്ക്കുമല്ലോ, അതുപോലെ വെള്ളത്തിന് പകരം ഈ പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നില്ലേ, അത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് പുട്ടിൻ്റെ മാവ് കുഴച്ചെടുക്കുക. നല്ല രീതിക്ക് അതൊന്ന് കുഴച്ച് സെറ്റായി എടുക്കുക. എടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിൽ, എന്നിട്ട് സാധാരണ നമ്മൾ പുട്ട് വയ്ക്കുന്നത് പോലെ തന്നെ ഇത് തേങ്ങ ഇടുക. അതിൻ്റെ മാവ് ഫില്ലപ്പ് ചെയ്ത് വച്ച് ആവി കയറ്റിയ നമ്മുടെ പൈനാപ്പിൾ പുട്ട് റെഡി. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ബൈ.